ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കോഴിക്കുട്ടികളൊക്കെ വാഗമണ്ണിലെത്തിയിട്ടോ. ഇതിപ്പോൾ അവരയച്ചെന്ന വീഡിയോ ആണ്. അവരെ വീടിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. നല്ല രസമുള്ള സ്ഥലമാണ് അവിടെയൊക്കെ കാണാൻ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ ചെറിയൊരു സ്ഥലമാണ് വാഗമണ്ണ്. അവിടേക്ക് വളരെയധികം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. കുന്നും ചെരുവുകളും അരുവികളും തേയിലത്തോട്ടങ്ങളും പൈൻമരങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഞാൻ അവിടേക്ക് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിനി, പക്ഷേ എനിക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഏതായാലും എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കോഴിക്കുട്ടികൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. ഒരവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള സജിമോളാണ് നമ്മളെ കോഴികളെ വാങ്ങിയിട്ടുള്ളത്. നമ്മളെ ഈ ഒരു ബാച്ച് കോഴികളെ മൊത്തം അവരെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ബാച്ചിലെ 3 പടകളി ഓരെടുത്തിട്ടുണ്ട്. സജിമോൾ എനിക്ക് 3-4 വട്ടം മെസ്സേജ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞ് കൊടുത്തേക്കാൻ പറ്റൂല എന്ന്. എന്താ വെച്ചാൽ നമ്മളെ പെറ്റ് സർവീസ് വണ്ടികളൊന്നും ആ വഴിക്ക് പോകുന്നില്ല. ഈരാറ്റുപേട്ട വരെ പോലും പോകുന്നില്ല. അങ്ങനെ അവസാനം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് കോട്ടയം വരെ പോകുന്നുണ്ട് വണ്ടി, അവിടെ വരാൻ പറ്റുമോ ചോദിക്കാൻ പറഞ്ഞ്. അപ്പോൾ സജിമോൾ പറഞ്ഞ് കോട്ടയം വന്ന് എടുത്തോളാന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ശനിയാഴ്ച രാവിലെ 8:30 മണിക്ക് നമ്മളെ കോഴികളെ അയച്ച് വൈകുന്നേരം 5 മണിയോടുകൂടി ഒരു കോട്ടയത്തെത്തി. നമ്മൾ 2 ബോക്സിലായിട്ടാണ് അയച്ചത്. 2 ബാച്ചാണല്ലോ, കൊത്തുകൂടണ്ട, ദൂരെ പോകുന്നതല്ല. അതിൽ ഒരു ബോക്സിൻ്റെ ഡെലിവറി ചാർജ് ഞാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവർ വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴത്തിന് കോട്ടയത്തെത്തി. അവിടെ നിന്ന് പിന്നെ വാഗമണ്ണിലെത്തിയത് രാത്രി ഒരു 9-9:15 ഫാം വേൻ്റെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ കോഴിക്കുട്ടികൾ സേഫായിട്ട് അവിടെ എത്തി. രാത്രിയോടുകൂടി അവിടെ എത്തിന്. ഇതിപ്പോൾ വാഗമണ്ണിലെ കൂട്ടിലാണ് അവരുള്ളത്. നല്ലൊരു തണുപ്പുള്ള സ്ഥലത്താണ് നമ്മളെ കോഴിക്കുട്ടികളുള്ളത്. ഏതായാലും സജിമോൾക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. നമ്മളെ കോഴിക്കുട്ടികളെ കിട്ടിയതിൽ സജിമോൾ ഹാപ്പിയാണ്. കൊടുത്തുവിട്ടതിൽ ഞാനും ഹാപ്പിയാണ്. ഇവരവിടെ എത്തുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചതല്ല. പിന്നെ നമ്മളെ കോഴികളെയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിലിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോഴികൾ സെയിലാവുന്ന കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കോഴി എന്ന് മാത്രം പറഞ്ഞാൽ ഏത് ബ്ലാക്കാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ 2 ആളെ ഓർഡർ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു പറയുമ്പോഴത്തിന് വേറെ ആരോ വാങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിരിയാനുണ്ട്, കോഴിക്കുട്ടികളെ 3 ബാച്ച് വിരിയാനുണ്ട്. അത് വിരിഞ്ഞാൽ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഓൾറെഡി ചോദിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ സെയിൽ വീഡിയോ യൂട്യൂബിൽ ഇടും. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ പറയണം കേട്ടോ. എവിടേക്ക് വേണമെങ്കിലും എത്തിച്ചു തരും. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.